ഹായ് ഗൈസ്, എല്ലാവർക്കും PSC ഫാക്ടറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ബയോളജിയിൽ പ്രധാനമായും വിറ്റാമിൻസ് അഥവാ ജീവകവുമായി ബന്ധപ്പെട്ട് സാധാരണയായി PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഫാക്റ്റുകളാണ് നമ്മൾ ഇന്നിവിടെ ഈ ലെസണിൽ ഷെയർ ചെയ്യുന്നത്. സോ കൂടുതൽ സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കാർബണിക സംയുക്തങ്ങൾ. ആൻസർ വിറ്റാമിനുകൾ അഥവാ ജീവകങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2, കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം. ആൻസർ ജീവകം. ക്വസ്റ്റ്യൻ നമ്പർ 3, ജീവകം എന്ന പദം നാമകരണം ചെയ്തത്. ആൻസർ കാഷ്മർ ഫംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ആകെ 13 ജീവകങ്ങൾ ഉള്ളതിൽ എത്ര എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു? ആൻസർ 8. ക്വസ്റ്റ്യൻ നമ്പർ 5, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ആൻസർ എ, ഡി, ഇ ആൻഡ് കെ എന്നീ 4 ജീവകങ്ങളാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ഓക്കെ, സോ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കാർബണിക സംയുക്തങ്ങൾ ഏത്? ആൻസർ വിറ്റാമിനുകൾ അഥവാ ജീവകങ്ങൾ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം. ആൻസർ ജീവകം. ജീവകം എന്ന പദം നാമകരണം ചെയ്തത്. ആൻസർ കാഷ്മർ ഫംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ആകെ 13 ജീവകങ്ങൾ ഉള്ളതിൽ ഡാഷ് എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു? ആൻസർ 8. ക്വസ്റ്റ്യൻ നമ്പർ 5, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ആൻസർ എ, ഡി, ഇ ആൻഡ് കെ. ക്വസ്റ്റ്യൻ നമ്പർ 6, ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ആൻസർ ബി ആൻഡ് സി. ഇതിനു മുമ്പത്തെ സ്ലൈഡിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എ, ഡി, ഇ ആൻഡ് കെ എന്നീ 4 ജീവകങ്ങളായിരുന്നു കൊഴുപ്പിൽ ലയിക്കുന്നത്. ബാക്കി വരുന്ന ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 7, കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം. ആൻസർ ജീവകം എ. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം. ആൻസർ ജീവകം എ. ക്വസ്റ്റ്യൻ നമ്പർ 9, പാലിൽ സുലഭമായിട്ടുള്ള ജീവകം ഏത്? ആൻസർ ജീവകം എ ആണ് പാലിൽ സുലഭമായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 10, പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം. ആൻസർ ബീറ്റ കരോട്ടീൻ. സോ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെ? ബി ആൻഡ് സി ആണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. റിമൈനിങ് ആയിട്ടുള്ള എ, ഡി, ഇ ആൻഡ് കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം, അതുപോലെ ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം, പാലിൽ സുലഭമായിട്ടുള്ള ജീവകം എന്നിവയൊക്കെ ജീവകം എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം. ആൻസർ ബീറ്റ കരോട്ടീൻ. ക്വസ്റ്റ്യൻ നമ്പർ 11, തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം. ആൻസർ ജീവകം B1. ജീവകം B1 എന്ന് പറയുന്നത് തയാമിൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ തവിടിൽ തയാമിൻ എന്ന് ഹിന്റ് ഓർത്തു വെച്ചിരുന്നാൽ നമുക്ക് തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം B1 ആണെന്ന് ലഭിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12, ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ. ആൻസർ B5, B7 ആൻഡ് K എന്നീ 3 ജീവകങ്ങളാണ് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13, പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം. ആൻസർ റൈബോഫ്ലാവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 14, നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം. ആൻസർ റൈബോഫ്ലാവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 15, ജീവകം H എന്നറിയപ്പെട്ടിരുന്നത്. ആൻസർ B7.
സോ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം. ആൻസർ ജീവകം B1. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ. B5, B7 ആൻഡ് K. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം. ആൻസർ റൈബോഫ്ലാവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം. ആൻസർ റൈബോഫ്ലാവിൻ. ജീവകം H എന്ന് അറിയപ്പെട്ടിരുന്നത്. ആൻസർ B7. ക്വസ്റ്റ്യൻ നമ്പർ 16. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം. ആൻസർ B12. ക്വസ്റ്റ്യൻ നമ്പർ 17. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ്. ആൻസർ സയനോകൊബാലമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 18. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം. ആൻസർ ജീവകം C. ക്വസ്റ്റ്യൻ നമ്പർ 19. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം. ആൻസർ ജീവകം C. ക്വസ്റ്റ്യൻ നമ്പർ 20. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം D. സോ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം. ആൻസർ B12. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ്. ആൻസർ സയനോകൊബാലമിൻ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം. ആൻസർ ജീവകം C. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം. ആൻസർ ജീവകം C. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം D. ക്വസ്റ്റ്യൻ നമ്പർ 21. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം C. ക്വസ്റ്റ്യൻ നമ്പർ 22. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം E. ക്വസ്റ്റ്യൻ നമ്പർ 23. ആന്റി റാക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം D. ക്വസ്റ്റ്യൻ നമ്പർ 24. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം E. ക്വസ്റ്റ്യൻ നമ്പർ 25. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം D. സോ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി വായിക്കാം. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ജീവകം C. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ജീവകം E. ആന്റി റാക്കറ്റിക് വൈറ്റമിൻ ജീവകം D. ബ്യൂട്ടി വൈറ്റമിൻ ജീവകം E. ആൻഡ് സ്റ്റിറോയിഡ് വൈറ്റമിൻ ജീവകം D. ക്വസ്റ്റ്യൻ നമ്പർ 26. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം K. ക്വസ്റ്റ്യൻ നമ്പർ 27. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജീവകം B3. ക്വസ്റ്റ്യൻ നമ്പർ 28. നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം. ആൻസർ ജീവകം C. ക്വസ്റ്റ്യൻ നമ്പർ 29. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം. ആൻസർ ജീവകം C. ക്വസ്റ്റ്യൻ നമ്പർ 30. മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏതു ജീവകത്തിന്റെ കുറവ് മൂലമാണ്. ആൻസർ ജീവകം C. സോ ക്വസ്റ്റ്യൻസ് വൺസ് അഗെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ജീവകം K. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ജീവകം B3. നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം. ജീവകം C. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം. ആൻസർ ജീവകം C. മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏതു ജീവകത്തിന്റെ കുറവ് മൂലമാണ്. ആൻസർ ജീവകം C. ക്വസ്റ്റ്യൻ നമ്പർ 31. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകം. ആൻസർ ജീവകം C. ക്വസ്റ്റ്യൻ നമ്പർ 32. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ആൻസർ ജീവകം C. ക്വസ്റ്റ്യൻ നമ്പർ 33. ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗം. ആൻസർ സ്കർവി. ക്വസ്റ്റ്യൻ നമ്പർ 34. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം.
ആൻസർ ജീവകം സി. ക്വസ്റ്റ്യൻ നമ്പർ 35. ആഹാരവസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളംവെയിൽ കൊള്ളിക്കുന്നത്. ആൻസർ വൈറ്റമിൻ ഡി ലഭിക്കാൻ. സോ ക്വസ്റ്റ്യൻസ് വൺസ് അഗെയിൻ. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി. അതുപോലെ തന്നെ ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി. ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗമാണ് സ്കർവി. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. ആഹാരവസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളംവെയിൽ കൊള്ളിക്കുന്നത് വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. എല്ലിനും പല്ലിനും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം. ആൻസർ ജീവകം ഡി. ക്വസ്റ്റ്യൻ നമ്പർ 37. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. ആൻസർ ജീവകം ഡി. ക്വസ്റ്റ്യൻ നമ്പർ 38. ശരീരത്തിൽ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ആൻസർ ജീവകം ഡി. ക്വസ്റ്റ്യൻ നമ്പർ 39. ജീവകം ഡിയുടെ 2 രൂപങ്ങൾ. ആൻസർ ജീവകം D2 അറിയപ്പെടുന്നത് എർഗോസ്റ്റീറോൾ എന്നും ജീവകം D3 അറിയപ്പെടുന്നത് കോൾ കാൽസിഫെറോൾ എന്നുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 40. വന്ധ്യത ഉണ്ടാകുന്നത് ഏതു ജീവകത്തിന്റെ അഭാവം മൂലമാണ്. ആൻസർ ജീവകം ഇ. സോ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി വായിക്കാം. എല്ലിനും പല്ലിനും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം. ആൻസർ ജീവകം ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. ആൻസർ ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ആൻസർ ജീവകം ഡി. ജീവകം ഡിയുടെ 2 രൂപങ്ങളാണ് എർഗോസ്റ്റീറോളും കോൾ കാൽസിഫെറോളും. ജീവകം D2 ആണ് എർഗോസ്റ്റീറോൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ ജീവകം D3 ആണ് കോൾ കാൽസിഫെറോൾ എന്നറിയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 40. വന്ധ്യത ഉണ്ടാകുന്നത് ഏതു ജീവകത്തിന്റെ അഭാവം മൂലമാണ്. ആൻസർ ജീവകം ഇ. ക്വസ്റ്റ്യൻ നമ്പർ 41. ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം. ആൻസർ ജീവകം ഇ. ക്വസ്റ്റ്യൻ നമ്പർ 42. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ജീവകം ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം. ആൻസർ ജീവകം ഇ. ക്വസ്റ്റ്യൻ നമ്പർ 44. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. ആൻസർ ജീവകം കെ. ക്വസ്റ്റ്യൻ നമ്പർ 45. വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ. ആൻസർ ഹൈപ്പർ വൈറ്റമിനോസിസ് അഥവാ ജീവകാധിക്യം. സോ ക്വസ്റ്റ്യൻസ് വൺസ് അഗെയിൻ. ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം, അതുപോലെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഹൃദയത്തെ സംരക്ഷിക്കുന്നതുമായ ജീവകമാണ് ജീവകം ഇ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജീവകാധിക്യം എന്നും ഈ അവസ്ഥയെ വിളിക്കുന്നു. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 46. സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ആൻസർ ജീവകം ഇ. ക്വസ്റ്റ്യൻ നമ്പർ 47. ഏത് വൈറ്റമിനുകളുടെ കുറവ് മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നത്. ആൻസർ ജീവകം ബി. ക്വസ്റ്റ്യൻ നമ്പർ 48. ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ് കണരോഗം ഉണ്ടാകുന്നത്. ആൻസർ ജീവകം ഡി. ക്വസ്റ്റ്യൻ നമ്പർ 49. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന രോഗം. ആൻസർ കണ. ക്വസ്റ്റ്യൻ നമ്പർ 50. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. ആൻസർ ജീവകം B1. സോ ക്വസ്റ്റ്യൻസ് വൺസ് അഗെയിൻ.
സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ആൻസർ ജീവകം ഇ. ഏത് വൈറ്റമിനുകളുടെ കുറവ് മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നത്? ആൻസർ ജീവകം ബി. ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ് കണരോഗമുണ്ടാകുന്നത്? അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന രോഗമാണ് കണരോഗം. അത് ജീവകം ഡിയുടെ അഭാവത്തിലാണ് ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. ആൻസർ ജീവകം B1. വിറ്റാമിനുകൾ അഥവാ ജീവകത്തെക്കുറിച്ച് കേരള PSC ചോദിച്ചതും അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഫാക്റ്റുകളാണ് നമ്മൾ ഇന്ന് ഈ ലെസണിൽ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ വിറ്റാമിനുകളുടെ അഥവാ ജീവകത്തിന്റെ പേര് പഠിക്കുക എന്നത് ഒരു സിമ്പിൾ കാര്യമല്ല. കോഡ് ഭാഷയിലൂടെ എങ്ങനെ വിറ്റാമിനുകളുടെ പേര് പഠിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ സിമ്പിൾസ് പഠിക്കാം എന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് ലെസണിൽ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ തുടർന്നും സബ്ജക്ട് റിലേറ്റഡ് വീഡിയോകൾക്കും അതുപോലെ തന്നെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾക്കുമായി PSC ഫാക്ടറി സബ്സ്ക്രൈബ് ചെയ്യുക. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ് വെൽ. താങ്ക് യു.